വാർത്താ തിരക്കുകളുള്ള ഒരു ദിനത്തിലേക്കാണ് കടക്കുന്നത്. നിരവധിയായ മറ്റു വാർത്തകളുണ്ട്. ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം കൗതുകകരമായ വാർത്തകളുമുണ്ട്. അതിൻ്റെ ചില സൂചനകൾ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് ടിക്കറിൽ ഞങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ആ വാർത്തകളും ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇടവേളകൾ ഇല്ലാതെ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഇന്ത്യൻ ടീമിൻ്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തേണ്ടി വരും. ഒരുപക്ഷെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് താരങ്ങൾ എത്തിയേക്കാം. ആ ഘട്ടത്തിൽ നമുക്ക് ഇതേ വാർത്തയിലേക്ക് തിരികെ എത്താം. മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടി കൂടി മരിച്ചു. കോഴിക്കോട് ഫറൂഖ് സ്വദേശി മൃദുലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 മാസത്തിനിടെ മരിക്കുന്ന 3ാമത്തെ കുട്ടിയാണിത്. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, കേരളത്തെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അസുഖം പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ല. ആ കുടുംബത്തിൻ്റെ സാഹചര്യം എന്താണ്? ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില പ്രകാരമാണ്. അങ്ങേയറ്റം വേദന ഉളവാക്കുന്നതും ഒപ്പം ആശങ്കപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ജീവനോട് മല്ലിട്ടുകൊണ്ട് വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് മൃദുൽ ജീവൻ നിലനിർത്തിയിരുന്നത്. ഈ പോരാട്ടങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് ഇന്ന് പുലർച്ചെ, അതായത് അർദ്ധരാത്രി 11:00 ശേഷമാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. 14 വയസ്സാണ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശി ആണ്. ഇരുമൂളിപ്പറമ്പ് കൗസുവത്തിൽ അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകനാണ് മൃദുൽ. കഴിഞ്ഞ 24-നാണ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളെ തുടർന്ന് മൃദുലിനെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് കൃത്യമായ ഒരു രോഗനിർണയം നടത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ട് എന്ന് വ്യക്തമായത്. ഡോക്ടർമാർ നടത്തിയ വിവരങ്ങൾ ആരാഞ്ഞപ്പോഴാണ് കുട്ടി കുളത്തിൽ കുളിച്ചിരുന്ന വിവരം പറഞ്ഞത്. ഉടൻ തന്നെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും പിന്നീട് രോഗം സ്ഥിരീകരിക്കുകയുമായിരുന്നു. എന്നാൽ ഈ രോഗം നിർണയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗുരുതരാവസ്ഥയിലേക്ക് ആ കുട്ടി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് മറ്റും മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു കുട്ടിയുടെ ശാരീരികമായ നില. നമുക്കറിയാം, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കൃത്യമായ മരുന്നുകളില്ല. രോഗലക്ഷണങ്ങൾക്കുള്ള മരുന്നുകളാണ് സാധാരണഗതിയിൽ നൽകിക്കൊണ്ടിരിക്കുക. ഇക്കാര്യത്തിൽ ഈ ആരോഗ്യവകുപ്പ് ഇടപെട്ട വിദേശത്തു നിന്നും ജർമ്മനിയിൽ നിന്നും കഴിഞ്ഞ ദിവസം മരുന്നെത്തിക്കുകയും ഇന്നലെ കുട്ടിക്ക് മരുന്ന് നൽകുകയും ചെയ്തു. എന്നാൽ ആ മരുന്നുകളോടും കുട്ടി പ്രതികരിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പിന്നീട് മരണം സംഭവിക്കുകയുമാണ്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വസ്തുത, കഴിഞ്ഞ 2 മാസത്തിനിടെ 3 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നഷ്ടമായിരിക്കുന്നത്. മലപ്പുറം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടി കൂടി മരണപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഊർജിതമായ ശ്രമം ആണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് വിഫലമാകുന്നു. കൃത്യമായും ഒരു മെഡിസിൻ ഈ അസുഖത്തിനില്ല എന്നതാണ് പ്രതിസന്ധി. ഈ ഒരു അവസ്ഥ ബാധിച്ചാൽ മറ്റു പല രോഗാവസ്ഥയിലേക്ക് കടക്കുകയും ആ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മാത്രമാണ് നൽകുക. പ്രത്യേകമായ മരുന്ന് ഉൾപ്പെടെയൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. കോഴിക്കോട് നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത. കോഴിക്കോട് എലത്തൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നതാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. വടകരയിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ആണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 26 പേർ ചികിത്സയിലാണ്. അനീഷ്, ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? എങ്ങനെയാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത്? ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? എലത്തൂർ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. രാവിലെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയായിരുന്ന ബസ് വടകരയിൽ നിന്നും പുറപ്പെട്ട് എലത്തൂർ ഭാഗത്ത് എത്തിയപ്പോൾ കോരപ്പുഴ പാലത്തിന് അടുത്തെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലൂടെ ഒരു ടിപ്പർ ലോറി പോകുന്നുണ്ടായിരുന്നു. ഈ ടിപ്പർ ലോറിയിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറിയും ബസ്സും 2 വശത്തേക്ക് മറിയുകയും ചെയ്തു. ഇതേ തുടർന്ന് യാത്രക്കാർ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് നമുക്കറിയാം, വടകര കോഴിക്കോട് റൂട്ടിൽ അല്ലെങ്കിൽ കണ്ണൂർ കോഴിക്കോട് റൂട്ടിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് നിറയെ യാത്രക്കാർ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
നാട്ടുകാരും മറ്റും വളരെ പെട്ടെന്ന് സ്ഥലത്തേക്ക് എത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറിയ ആളുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരുടെയും ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് ആശുപത്രികളിലും ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന് അധികൃതർ പരിശോധിച്ച് വരികയാണ്. ആരുടെ പിഴവാണ് അല്ലെങ്കിൽ എന്താണ് അപകടത്തിന് പിന്നിലെന്ന കൃത്യമായ കാരണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു കണക്ക് കൂട്ടി വരുന്നുള്ളൂ. കാരണം അപകടം നടന്നപ്പോൾ തന്നെ വാഹനങ്ങൾ അവിടെ നിന്നും മാറ്റുക, ആളുകളെ രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിരുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും വാഹനങ്ങൾ ഏതാണ്ട് നിവർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത് പോലീസും നാട്ടുകാരും ഒക്കെ സമയോചിതമായി ഇടപെടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഒരു ടിപ്പർ ലോറിയും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം. ബസ് തകിടം മറിഞ്ഞ് പോകുന്ന അവസ്ഥയും ഉണ്ടായി. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഒരു വലിയ ദുരന്തത്തിലേക്ക് ഇത് വഴിമാറാഞ്ഞത് വലിയ ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് നിന്നുള്ള വാർത്ത. വലിയ അപകടം ആണ് നടന്നത് എങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ, അതായത് പരിക്കേറ്റവരുടെ നില അങ്ങനെ ഗുരുതരമാണ് എന്ന തരത്തിലൊന്നുമുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ആരുടെ ഭാഗത്താണ് പിഴവുണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും. അതേസമയം ദേശീയ വാർത്തകൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഹത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ്. ശ്വാസം മുട്ടിയും ആന്തരിക അവയവങ്ങളിൽ രക്തം കട്ടപിടിച്ചും നെഞ്ച് തകർന്നും വാരിയലുകൾ പൊട്ടിയുമാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഹത്രസിനും ഇറ്റയ്ക്കും പുറമെ മഥുര, ആഗ്ര, പിലിഭിത്ത്, അലിഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഐഷുത്തിൽ ഷംനയാണ് ചേരുന്നത്. ഷംന, ഈ അപകടത്തെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, പുറത്തുനിന്ന് ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ മതചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത്. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണല്ലോ. അഭിലാഷ്, ഹത്രസിൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ അതിദാരുണമായ സംഭവമാണ് നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ശ്വാസം മുട്ടിയും നെഞ്ച് തകർന്നും വാരിയലുകൾ തകർന്നും ആന്തരിക അവയവങ്ങളിൽ രക്തം കട്ട പിടിച്ചുമൊക്കെയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒപ്പം തന്നെ ഹത്രസിന് പുറമെ മധുര, ആഗ്ര, ഫിലിറ്റ്, അലിഗഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുമുണ്ടായിരുന്നു. 121 പേരാണ് ഇതുവരെ ഹത്രസിൽ മരണപ്പെട്ടത്. ഇതിൽ തന്നെ 100 പേര് സ്ത്രീകളും 7 കുട്ടികളുമാണ് മരണപ്പെട്ടത്. ഒപ്പം തന്നെ ഈ മരണപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50,000 രൂപ പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബോലെ ബാബ ഇപ്പോൾ ഒളിവിലാണ്. ബോലെ ബാബയും ബോലെ ബാബയുടെ സംഘത്തിലുള്ളവരും ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെയും ഒക്കെ യോഗി ആദിത്യനാഥ് ആശുപത്രികളിൽ പോയി കണ്ടിരുന്നു. എന്തായാലും അന്വേഷണം കൂടുതൽ ശക്തമാക്കും. വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി നടന്ന പരിപാടിയിലാണ് ഇത്തരം ദാരുണമായ ഒരു സംഭവം നടന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേര്, ഇരട്ടിയിലധികം പേര് എത്തിയതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ ഈ ബോലെ ബാബയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോയപ്പോഴായിരുന്നു, അതിനിടെയാണ് തിക്കും തിരക്കും കൂടുതലായത്. അങ്ങനെയാണ് ഒരുപാട് പേര് മരിച്ചത്. വീണ് കടന്നവരുടെ ദേഹത്തുകൂടെ ചവിട്ടി, അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കൂടി അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ഹാത്രസിൽ നിന്ന് തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഹാത്രസിലെ ഈ ആൾക്കൂട്ടത്തിൽ, അതായത് മതചടങ്ങിനിടെയുണ്ടായ ആൾക്കൂട്ടത്തിൽ എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് എന്നത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആണ് ശ്വാസം മുട്ടി
ലക്ഷക്കണക്കിന്, അതായത് 80,000 പേർക്ക് ആണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്ന അനുമതി. പക്ഷേ 2 ലക്ഷത്തിലധികം ആളുകൾ വന്നു. അപ്പോൾ പരിമിതമായ സ്ഥലത്തേക്ക് ആളുകൾ കൂടുതലെത്തിയപ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പിന്നീട് തിക്കും തിരക്കുമായി. അതിനിടെ ആളുകൾ ചിതറിയോടുന്നു. ആ ഓട്ടത്തിനിടയിൽ നിലത്ത് വീണു പോയവർക്ക് നെഞ്ചിൽ ചവിട്ട് ഏൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. നട്ടെല്ല് ഉൾപ്പെടെ പൊട്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. വാരിയല്ലുകൾ പൊട്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതിൽ ആന്തരിക അവയവങ്ങൾക്ക് വലിയ തോതിൽ ക്ഷതം ഏൽക്കുകയും ചെയ്തു. സ്ത്രീകളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടവരിൽ ഏറെയും എന്നുള്ളതാണ് വിഷയം. എന്തായാലും പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം പാർലമെന്റിലടക്കം ഇത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ, ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ഇന്നും ഈ വാർത്തയുടെ തുടർച്ച പ്രതീക്ഷിക്കാം. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് കാലം ആണ്. വരും മാസങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ അത്തരമാണ് സാഹചര്യം. ഫ്രാൻസിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പൊതുവെ പല രാജ്യത്തും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോക വാർത്തകളിൽ ഇടം പിടിക്കുന്നതെങ്കിൽ ബ്രിട്ടനിൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രധാനമന്ത്രിയും കൺസർവേറ്റീവ് പാർട്ടി നേതാവുമായ ഋഷി സുനക്കും പ്രതിപക്ഷ നേതാവും ലേബർ പാർട്ടി നേതാവുമായ സർ കെയറും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം. ഇത്തവണ അധികാരത്തിൽ തിരിച്ചെത്താം എന്നാണ് ലേബർ പാർട്ടിയുടെ പ്രതീക്ഷ. 650 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാളെ രാവിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, ഈ തെരഞ്ഞെടുപ്പ് നയതന്ത്രപരമായ വിഷയം, ഇന്ത്യ എന്ന രാജ്യത്തെ നയതന്ത്രപരമായ വിഷയത്തിനപ്പുറം ഋഷി സുനക്, അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് എന്ന പ്രത്യേകതയുണ്ട്. മലയാള വേരുകൾ ഉള്ളവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒപ്പം ഫലം എപ്പോഴേക്ക് വ്യക്തമാകും? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ബ്രിട്ടനെ സംബന്ധിച്ച് നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിനാണ് കളം ഒരുങ്ങിയിരിക്കുന്നത്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ആഹ്വാനം ചെയ്തത്. ഏതായാലും എല്ലാവരും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും തന്നെയാണ്. 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ലേബർ പാർട്ടി മുന്നോട്ട് വരും എന്നൊരു പ്രതീക്ഷയാണ് ഏവരും പങ്കുവെക്കുന്നത്. സർവേകൾ 3 അഭിപ്രായ സർവേകളാണ് നടന്നത്. ആ 3 അഭിപ്രായ സർവേകളും ലേബർ പാർട്ടിക്ക് പിന്തുണ നൽകുന്നു എന്നാണ് പറയുന്നത്. 20% വോട്ടുകൾ മാത്രമായിരിക്കും കൺസർവേറ്റീവ് പാർട്ടിയായ ഋഷി സുനകിന് ലഭിക്കുക എന്നും പറയുന്നുണ്ട്. ഏതായാലും വലിയ പ്രചാരണമാണ് UK-യിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ലേബർ പാർട്ടി സ്ഥാനാർത്ഥി സർ കെയർ സ്റ്റാർമറാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ചില സംശയങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതായത് ലേബർ പാർട്ടിക്കകത്തുള്ള കോർബുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് ചില തർക്കങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് കുറയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അഭിപ്രായ സർവേകളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നത് ലേബർ പാർട്ടി ഇത്തവണ അധികാരത്തിൽ തിരിച്ചേറും എന്നാണ്. പ്രധാനമായും ലണ്ടനിലെ സാമ്പത്തിക മാന്ദ്യം, കുടിയേറ്റ നയങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി, ഭൂപരിഷ്കരണത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാക്കിയത്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഋഷി സുനകിന് എതിരായിരുന്നു. എന്നാൽ ഈ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നാൽ നികുതി ഭാരം കുത്തനെ വർദ്ധിപ്പിക്കും എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഋഷി സുനക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഋഷി സുനക് ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് തന്നെ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ഋഷി സുനക് അധികാരത്തിലുള്ള സമയത്ത് നയതന്ത്ര കാര്യങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ സഹായകരമായിരുന്നു. അദ്ദേഹം മാറി ലേബർ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഏത് തരത്തിലായിരിക്കും ഈ നയതന്ത്ര ബന്ധങ്ങൾ മാറുക എന്ന് ഇപ്പോൾ പ്രവചിക്കാനും സാധിക്കുകയില്ല. അഭിലാഷ്, അതാണ് ഒരുപക്ഷെ ബ്രിട്ടനിൽ ഭരണമാറ്റത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ എന്താകും എന്നുള്ളത് നമുക്ക് നാളെ മാത്രമേ, ഫലം വരുമ്പോൾ മാത്രമേ പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ വംശജനായ ആൾ ആണ് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി എന്നത് ഏറെ കൗതുകകരമായിരുന്നു. കാരണം കാലങ്ങളോളം, ഏതാണ്ട് 2 നൂറ്റാണ്ടോളം ബ്രിട്ടൻ്റെ ആധിപത്യം ഇന്ത്യയിലുണ്ടായിരുന്നു. ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു ഇന്ത്യ എന്ന രാജ്യമെങ്കിൽ ആ രാജ്യത്ത് നിന്നുള്ള വംശജൻ ആണ് ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്നത് എന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഭരണം നഷ്ടമാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ വ്യക്തത വരും. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഘട്ടമാണ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യ സംവാദം നടന്നിരുന്നു.
വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് ശൈലിയാണ് അവിടെയുള്ളത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ ഉൾപ്പെടെ സംവാദത്തിൽ ഏർപ്പെടും. ആദ്യ സംവാദം 90 മിനിറ്റായിരുന്നു. കൃത്യമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ഓരോ വിഷയത്തിനും അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ആധികാരികമായി സംവദിക്കുക എന്നതാണ് സ്ഥാനാർത്ഥികൾക്ക് മുൻതൂക്കം നൽകുന്നത്. അങ്ങനെ ആദ്യത്തെ സംവാദത്തിൽ ജോ ബൈഡന്റെ പ്രകടനം മോശമായി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതേ തുടർന്ന് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് ഉൾപ്പെടെ ജോ ബൈഡൻ അതിശക്തമായ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. പ്രായാധിക്യമുണ്ട് ജോ ബൈഡന് എന്ന വിമർശനവും കൂടിയുണ്ട്. ബൈഡനെ മാറ്റേണ്ടതുണ്ട് എന്ന അഭിപ്രായം ഉയർത്തുന്നവരുമുണ്ട്. അങ്ങനെ ബൈഡൻ പിന്മാറിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിലും അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളുമല്ല. ഈ പ്രകടനം തുടരും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ആദ്യ സംവാദത്തിലെ പ്രകടനം മോശമായിരുന്നു എന്ന് ബൈഡൻ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒട്ടേറെ തിരക്കുകൾ ഉള്ള വ്യക്തിയാണ്. നിരവധി യാത്രകൾ ഉൾപ്പെടെ ചെയ്യേണ്ടി വന്നിരുന്നു. അതിനുശേഷം ക്ഷീണിതനായാണ് താൻ ഈ സംവാദത്തിൽ പങ്കെടുത്തത് എന്നാണ് ബൈഡൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. പക്ഷേ പ്രകടനം മോശമായതിനെ താൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. മോശം പ്രകടനം മോശമായി തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് മറ്റ് വാർത്തകൾ കേരളത്തിലേക്ക് തന്നെയാണ് ഇനി തിരികെ എത്തേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയാണ് കോഴിക്കോട് അപകടം. ആ അപകട സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ അപകട സ്ഥലത്തുണ്ട്. അനീഷ, അപകട സ്ഥലത്ത് എത്തുമ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ച? എലത്തൂരിലാണ് അപകടമുണ്ടായത്. എലത്തൂരിൽ ഒരു HP പമ്പിന് സമീപം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു ദൃക്സാക്ഷിയായ ചേട്ടനിലേക്ക്. ചേട്ടാ, എന്തായാലും ഇത് സംഭവം പിന്നെ AM-15 സംഭവം നടക്കുന്നത്. ഞാൻ പെട്രോൾ അടിച്ച് ഇറങ്ങി വരുമ്പോഴാണ് സംഭവം എടുക്കുന്നത്. അപ്പോൾ ടിപ്പർ എലത്തൂരിൽ ഇങ്ങോട്ട് വരുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ബസ്സാണ്. കുറച്ച് സ്പീഡാണ്. അതിൽ ആളുകൊണ്ട് സീറ്റിംഗ് ആളുകൊണ്ട് കമ്പി കയറി 10-12 ആളെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ടിലും ഇടുക്കിയിലും മറിയിലും എല്ലുംപാടി പിന്നെ ഒരു പെണ്ണുങ്ങളെ കൈ പ്ലാസ്റ്റർ ഇട്ട് വരുന്ന മെഡിക്കൽ കോളേജ് കാട്ടാൻ പോവുക. ആ പെണ്ണുങ്ങളെ കൈ എടുത്ത കൈ വീണ്ടും മുട്ടി. അങ്ങനെ എല്ലുംപാടി വണ്ടി കയറ്റി കൊടുത്ത് പിന്നെ എല്ലുംപാടി നോക്കാൻ എനിക്ക് ഒന്നാമത്തെ കാലം സുഖമില്ലാത്ത എല്ലുംപാടി നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ കയറ്റി കൊടുക്കലും പിടിക്കലൊക്കെ കഴിച്ച്. ഈ ടിപ്പർ ലോറി ആ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരാണ്. മറ്റേത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ബസ്സാണ്. അതാണ് കുറച്ച് സ്പീഡുള്ള ബസ്. സ്പീഡില്ല, ബസ് വളരെ വേഗത്തിലാണ്. ബസ് സ്പീഡാണ് സമയം അങ്ങനത്തെ സമയമായിരിക്കുമല്ലേ. ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഓലെ ബസ്സിന്റെ സ്പീഡാണ്. ആ കട്ട് ചെയ്യലിനാണ് മറിഞ്ഞു വരുന്നത്. നേരെ വരുമ്പോൾ ടിപ്പർ വളരെ സ്ലോ അല്ല പോണ്. ടിപ്പർ വളരെ സ്ലോ ആണ്. ഞാൻ അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഇടിയും കഴിഞ്ഞ് ബസ്സാര് ബൈക്കാരനെ വെട്ടിച്ചാണ് എന്തോ അറിയില്ല. ബസ് അപ്പത്തി മറിയലും കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ കണ്ടപ്പോ വലിയ അല്ലേ? പിന്നെ കണ്ടപ്പോ നമ്മൾ വെച്ച് ഭയങ്കര അപകടമാണ്. അപ്പൊ നോക്കുമ്പോൾ വലിയ അപകടമില്ല. പിന്നെ ഒന്നാമത്തെ ഈ ബെൻഡാണല്ലോ, ഈ വളവാണ്. അപ്പോ പോലെ എടുക്കലും എന്താണ് ഇനി പെട്രോൾ അടിച്ച് പോകണം. എന്റെ മുന്നിൽ ആരും പെട്രോൾ അടിച്ച് പോകണ കണ്ടില്ല. എന്തൊരു പിന്നെ കട്ട് ചെയ്യലാണ് ബസ് പറഞ്ഞത്. ടിപ്പർ വളരെ സൈഡിൽ കൂടാ സാവധാനം പോയത്. വളരെ ഒരു 30 സ്പീഡും ഉണ്ടാവില്ല. പോലെ ഇവിടെ ഉള്ള തന്നെയാണ്. നമ്മളിപ്പോ ടിപ്പറിനായിട്ട് സപ്പോർട്ട് പറയില്ല. വളരെ സ്പീഡ് കുറവാണ്. ഇല്ല, ഞാൻ പിന്നെ വന്നാണ്. എന്റെ ഫ്രണ്ടാണ്. ഈ ആളുകൾ നിങ്ങളൊക്കെ തന്നെയാണോ? അടുത്ത് ഒരു 5-8 ആൾക്കാരെ പിന്നെ ബസ്സിലും അല്ല മറ്റേ കാറിലും ആംബുലൻസിലൊക്കെ കയറ്റി കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പിന്നെ വലിയ പരക്കൊന്നുമില്ല. ബാക്കിയുള്ളൊക്കെ ഇവിടെ തന്നെ കാട്ടിയത്. NPK അടുത്തുള്ള ആശുപത്രി. പിന്നെ മെഡിക്കൽ കോളേജിൽ ബേബിയിൽ 3 ആളെ കയറ്റിക്കായിരുന്നു. പിന്നെ മിംസ് കയറ്റിക്കായിരുന്നു. രാവിലെ നല്ല തിരക്കുള്ള സമയം തന്നെയായിരുന്നു. തിരക്കുള്ള സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ തിരക്കില്ല. ബസ്സിൽ തിരക്കുണ്ട്. പിന്നെ ഓലപ്പാച്ചിൽ അതിന്റെ 2 ഇഞ്ചും പിന്നെ അതിന് തൊട്ട ബാക്കിലാണ് കൊയിലാണ്ടി മെഡിക്കൽ കോളേജ് ബസ് വരുന്നത്. അപ്പൊ ആ ബസ്സിനൊക്കെ ആകുമ്പോൾ സ്പീഡ് കിട്ടും. ഇതാണ് സംഭവം. നമുക്കിനി ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. കാരണം ഇതാണ് ആ ബസ്. ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് ആ സർവീസ് നടത്തുന്ന ബസ്സാണിത്. രാവിലെ വലിയ തിരക്കേറിയ സമയം. ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ അടക്കം പുറപ്പെടുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ വാഹനത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഈ ബസ് കണ്ണൂർ ഭാഗത്തു നിന്നും ഈ ബസ് കിടക്കുന്ന അതേ ദിശയിൽ തന്നെ വരികയാണ്. മറുവശത്തു നിന്നുമാണ് ടിപ്പർ ലോറി വന്നതെന്ന് നാട്ടുകാർ, ഈ സാക്ഷികളായ ആളുകൾ, ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. എന്തായാലും വലിയ വേഗത്തിലാണ് വാഹനം ഉണ്ടായിരുന്നത്. വാഹനത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം
കാണാം ആ സീറ്റുകളും മറ്റുമൊക്കെ ആകെപ്പാടെ നാശമായി കിടക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് തെറിച്ചിരിക്കുന്ന അവസ്ഥ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ആ ബസ്സിന്റെ സീറ്റുകളും മറ്റുമൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച. ഒരുപക്ഷെ വലിയൊരു ദുരന്തമാണ് രാവിലെ ഒഴിവായതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ഒരു വളവാണ്, ഒരു ചെരുവിൽ നിൽക്കുന്ന ആ സ്ഥലമാണ്. അവിടേക്കാണ് വളരെ വേഗത്തിൽ ബസ് വരികയും അപകടത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. വാഹനം ഇടിച്ചതിന്റെ ഒരു ആഘാതം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന് നേരെ എതിർവശം ആണ് ടിപ്പർ ലോറി കിടക്കുന്നത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ചെരുപ്പുകളും മറ്റുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അതായത് ഇത്രയധികം ആളുകൾ ആ വാഹനത്തിലുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയുമാണ്. ആ ബസിന്റെയും മറ്റുമൊക്കെ പുറത്തുള്ള അടിയന്തര രക്ഷാമാർഗമൊക്കെ തുറന്ന ശേഷമാണ് ആളുകളെ പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും പമ്പിനടുത്താണ് ഈ അപകടം നടന്നത്. പമ്പിൽ ചേട്ടാ ഉണ്ടായിരുന്നു അവിടെ? എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഒരു സൗണ്ട് കേട്ട് നോക്കിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ഈ ബസ് ഇങ്ങനെ കുറച്ച് ദൂരത്ത് ഇങ്ങനെ നിരങ്ങി വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇടി കുടുങ്ങിയ ലോറി ലെഫ്റ്റിലേക്ക് തിരിച്ച് അടുത്ത കോമ്പൗണ്ടിലേക്ക് മതിലും പൊളിച്ചങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ ഞങ്ങൾ ബസ്സിന്റെ ഭയങ്കര പുകയായിരുന്നു. തീപിടിക്കും വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് സേഫ്റ്റി കുറ്റിയൊക്കെ എടുത്ത് ഓടി. ഞങ്ങൾ ഇവിടെയുള്ള അന്നേരമുള്ള ജീവനക്കാർ മുഴുവനും, കൂട്ടിക്ക് വന്ന ആൾക്കാരും പിന്നെ ഞങ്ങൾ നിലവിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഓടി. പിന്നെ കുറ്റിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അപ്പോഴേക്കും വളരെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്ന 2 വണ്ടികളുണ്ടായിരുന്നു. ഓരൊക്കെ വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പിന്നെ ഇവിടുത്തെ കോണിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബസ് ചെറുങ്ങനെ ചരിഞ്ഞിട്ട് ഇവിടുന്ന് പെട്രോൾ അടിച്ച് പോയ ഒരു വണ്ടിയുടെ മുകളിലേക്ക് വീണ്. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാരൊക്കെ പുറത്തെടുത്ത് പിന്നെ ഒരു ചെറിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പെട്രോൾ അടിച്ച് പോയാൽ ആ ബൈക്കിന് ചെറിയൊരു പരിക്കേറ്റി. പിന്നെ ആളെ കണ്ടില്ല. പിന്നെ ഡ്രൈവറെ കണ്ടില്ല. ഡ്രൈവർ ഇവിടുന്ന് ഇറങ്ങി ഓടിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഇടയിലാണ് ലോറിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ. അങ്ങനെ പോയി നോക്കുമ്പോൾ അയാൾക്കും പരിക്കൊന്നുമില്ല. അയാൾ കൂടി എണീറ്റ് പോകുന്ന കേട്ടത്. പിന്നെ ഇവിടെയുള്ള ബസ് ജീവനക്കാർ പിറകിൽ നിർത്തിയൊരു ബസ് ഉണ്ടായിരുന്നു, ബ്ലോക്കായിപ്പോൾ. അപ്പോൾ അവർ വന്ന് അവിടുത്തെ ബസ്സിലുള്ള ആൾക്കാരും ജീവനക്കാരും വന്ന് ഇവരൊക്കെ രക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പമ്പിലുള്ള ജീവനക്കാർ മുഴുവനും ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്ന ഇവിടെ കുടുങ്ങിപ്പോയ വണ്ടിക്കാരൊക്കെ വന്നിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ വരെ രക്ഷിക്കുന്നത്. വലിയൊരു അപകടം. കാരണം ഈ പമ്പിലേക്ക് എങ്ങാനും ആയിരുന്നു വന്നെങ്കിൽ വലിയ അപകടം. ഇവിടുന്ന് തീപിടുത്തം ഇത് പുക ഇങ്ങനെ പോയിരുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് കുറ്റിയൊക്കെ എടുത്തിട്ട് ഓടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്കും ബസ് ഓഫാക്കിയപ്പോൾ ഇതിന്റെ പുകയൊക്കെ നിന്ന് പിന്നെ വണ്ടി വലിയ പുകയായിരുന്നു. വണ്ടിയുടെ ആ ടൈമിൽ ഭയങ്കര പുകയായിരുന്നു. അപ്പം വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഉള്ളത്. വണ്ടി ഓഫായിട്ടില്ല. പിന്നെ ഇവർ ആരൊക്കെ ഉള്ളിൽ കയറി ഓഫാക്കിയതിനു ശേഷമാണ്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായി കാണില്ല എന്താ സംഭവിച്ചെന്നല്ലേ. ഒരു ഭയങ്കര ഒരു വലിയൊരു സൗണ്ട് ഇതിനെ വന്നിങ്ങനെ വരുന്നത്. അതിങ്ങനെ നിറങ്ങി വരിക. ഇടിച്ച ഈ ബസ് അമിതവേഗത്തിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടിക്കുന്നത്. ലോറി ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് കയറുക. പമ്പിലേക്ക് വരുന്ന ലോറിയാണത്. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതും കൂടി കയറുമ്പോഴത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേഗത കൂടിയായിട്ട് ആയിരിക്കും. അപ്പം തട്ടിയപ്പം പിന്നെ ലോറി അങ്ങോട്ട് MS അനീഷ് കുമാർ സംഭവ സ്ഥലത്ത് നിന്നാണ് ദൃക്സാക്ഷികളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നൽകുന്നത്. അവിടെ ബസ് ഒരല്പം വേഗതയിലായിരുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുന്ന അഭിപ്രായങ്ങൾ. പക്ഷേ അത് ആളുകളുടെ പ്രതികരണങ്ങൾ ആണ്. ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളൊക്കെ പെട്രോൾ പമ്പായതുകൊണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പമ്പിലേക്ക് ഈ ലോറി കയറുന്നതിനിടയിലാണ് ബസ് വന്നിടിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ ദൃശ്യങ്ങൾ ലഭിച്ചാൽ നമുക്ക് ആധികാരികമായി തന്നെ ഇത് പറയാൻ സാധിക്കും. മറ്റു വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഇതാ ടീം അംഗങ്ങൾ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ITCA മൗര്യയിലേക്കാണ് ഇപ്പോൾ ടീം അംഗങ്ങൾ എത്തുന്നത്. ടീം ബസ് ഇതാ ആ പ്രവേശന കവാടം കടന്നുപോയിരിക്കുന്നു. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിശക്തമാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കടക്കം ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത്. നിരവധി VVIPകൾ താമസിക്കുന്ന ഇടം കൂടിയാണ് ഇത്. ടീം ഇന്ത്യ മാത്രമാകണമെന്നില്ല. ഇന്ന് ഒരുപക്ഷെ മറ്റു പല VVIPകളും അവിടെ ആ ഹോട്ടലിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് വേണം എൽദോ നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും ഹോട്ടലിലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവിടെ പ്രത്യേക കേക്ക് കട്ടിംഗ് ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ആ ഗേറ്റ് അതെ, ആ ഗേറ്റ് അടച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഗേറ്റ്
കേരളക്കരയിൽ ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത എന്നത് മാന്നാറിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കലയുടെ മുൻ ആൺ സുഹൃത്തിൻ്റെ മൊഴി ഉൾപ്പെടെ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. മുൻ ആൺ സുഹൃത്തായ കുട്ടമ്പേരു സ്വദേശിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുകയും ചെയ്തു. കലയെ ഒടുവിൽ കണ്ടത് എറണാകുളത്ത് വെച്ച് എന്നാണ് മൊഴി. മാന്നാറിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം കല ജോലി ചെയ്തത് എറണാകുളത്തെ വസ്ത്രശാലയിൽ ആയിരുന്നു. താൻ പിന്നീട് വിദേശത്തായിരുന്നു. കലയുടെ ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും ഭാഗത്ത് നിന്ന് ഭീഷണി നേരിട്ടിരുന്നു എന്നും ഈ സുഹൃത്ത് പറയുന്നുണ്ട്. അതേസമയം മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ കേസന്വേഷിക്കാൻ 21 അംഗ പോലീസ് സംഘത്തെ ആണ് നിയോഗിച്ചിട്ടുള്ളത്. ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ, ഈ കൊലപാതകം സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. 21 അംഗ അന്വേഷണ സംഘമാണ് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കുട്ടമ്പേരൂർ സ്വദേശിയാണ് ഈ ആൺസുഹൃത്തിനെ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആൺസുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ട് കല എറണാകുളത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ജോലി ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. 2009 ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണ് കല കൊല്ലപ്പെടുന്നതും അത് എറണാകുളത്തുനിന്നും മാന്നാറിലേക്കുള്ള യാത്രാമധ്യയാണെന്നും എറണാകുളത്ത് അനിൽകുമാർ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്താണ് ഈ കൊലപാതകം ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പാലക്കാട് സ്വദേശി എന്നാണ് ഈ ആൺ സുഹൃത്ത്, പാലക്കാടുകാരനാണ് എന്നായിരുന്നു കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത്. എന്നാൽ അങ്ങനെയല്ല, കുട്ടമ്പേരൂർ സ്വദേശിയാണെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു. അത് വ്യക്തമാകുന്ന തരത്തിലുള്ള സ്ഥിരീകരണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. കാരണം കുട്ടമ്പേരൂർ സ്വദേശിയായിരുന്ന ഈ ആൺ സുഹൃത്തിനെ കലയുടെ വീട്ടിൽ നിന്നും, അതായത് അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നും കലയും ഇദ്ദേഹത്തെയും ഒന്നിച്ചു കണ്ടു എന്ന പേരിൽ ഈ പ്രമോദ് എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രതി ഈ കുട്ടമ്പേരൂർ സ്വദേശിയെ മർദ്ദിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മാത്രമല്ല, കലയുടെ ബന്ധുക്കളുടെ, ഈ അനിൽകുമാറിന്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഇയാൾക്ക് ഭീഷണി ഉണ്ടായിരുന്നെന്നും ഇയാൾ കഴിഞ്ഞ ദിവസം ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിനോട് അറിയിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെ ചോദ്യമാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവരെ എങ്ങനെയാണ് കുട്ടമ്പേരൂർ സ്വദേശിയാണെന്ന് കലയുടെ ബന്ധുക്കൾക്കറിയാം, അതുപോലെ കലയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾക്കറിയാം. അവർ തമ്മിൽ അയാളെ മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഈ വ്യക്തി, ഏത് സ്വദേശിയാണ്, എവിടുത്തുകാരനാണെന്നൊക്കെ വ്യക്തമായിട്ട് കലയുടെ ബന്ധുക്കൾക്കും കലയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾക്കും പറയാം. എന്നാൽ കഴിഞ്ഞ ദിവസം കലയുടെ ബന്ധുക്കൾ നമ്മളോട് പ്രതികരിച്ചത് പാലക്കാട് സ്വദേശിയോടൊപ്പം കല ഇറങ്ങിപ്പോയി എന്നാണ്. എങ്ങനെയാണ് ഈ പാലക്കാട് സ്വദേശി എന്നൊരു ഡൈവേർഷൻ ഉണ്ടായത് എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാലക്കാട് സ്വദേശി എന്നൊരു ഡൈവേർഷൻ? കാരണമല്ല, ഈ കുട്ടമ്പേരൂർ സ്വദേശി പറയുന്നത് എറണാകുളത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഈ കല ജോലി ചെയ്തിരുന്നത്. അവിടെ പോയി താൻ ഒരു പ്രാവശ്യം കണ്ടിരുന്നു. എന്നാൽ അനിൽകുമാർ നാട്ടിൽ വന്ന, അതായത് ഈ ഡിസംബർ ഫസ്റ്റ് വീക്കാണ് കല കൊല്ലപ്പെടുന്നതെന്ന് പറയുന്നു. നാട്ടിൽ വന്ന ശേഷം 5 ദിവസത്തിനുള്ളിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് വ്യക്തമാകുന്നത്. അതിനുശേഷം കലയെ താൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ ആൺ സുഹൃത്തും പറയുന്നത്. എന്തായാലും അയാളെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടിട്ടുണ്ട്. അയാൾ അവധിക്ക് നാട്ടിൽ വന്ന സമയത്ത്, കുവൈറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, അയാൾ അവധിക്ക് നാട്ടിൽ വന്ന സമയത്ത് അയാളെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വരുന്നത്, ഇത് നേരത്തെ തന്നെ ഇത്തരം ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നോ? കാരണം ഇങ്ങനെ ഒരു പാലക്കാട് സ്വദേശിയാണെന്ന് കലയുടെ വീട്ടുകാരുൾപ്പെടെ പറയുന്നു. അതല്ലെങ്കിൽ നാട് മുഴുവൻ പാലക്കാട് സ്വദേശിയോടൊപ്പം ഈ കലയെന്ന് പറയുന്ന ഒരു സ്ത്രീ ഒളിച്ചോടിപ്പോയ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. പണ്ടിവിടെ, അതായത് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊരു നിലപാടിലേക്കാണ് പോലീസ് എത്തുന്നത്. വാക്കാൽ പറഞ്ഞു, ഓറലി ഇങ്ങനൊരു പരാതിയുണ്ട് എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രമോദ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ ഒരു ഗാർഹിക പീഡന പരാതിയുണ്ട്. ഈ ഗാർഹിക പീഡന പരാതിയിലാണ് ഈ കേസിലേക്കുള്ള വഴി തിരിയുന്നത്. ഗാർഹിക പീഡന പരാതി തീർച്ചയായും ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ വ്യക്തത ഇന്ന് കൈവരും എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ കസ്റ്റഡിയിൽ ഉള്ളവരെ, റിമാൻഡിൽ ഉള്ളവരെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തെളിവെടുപ്പ് അടക്കം നടത്തുകയും ചെയ്യും. കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ ദിനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ലഭിക്കുക മാന്നാറിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആജ്ഞ രവീന്ദ്രൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ ഇരിട്ടി പൂവം കടവിൽ കാണാതായ വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. എടയന്നൂർ സ്വദേശിനി
ഷഹർബാനിയുടെ മൃതദേഹം ആണ് കണ്ടെത്തിയത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 300 മീറ്റർ അകലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ തെരച്ചിലിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത്. കാണാതായ ചക്കരക്കൽ സ്വദേശിനി സൂര്യയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കടലാക്രമണം രൂക്ഷമായ വൈപ്പിൻ എടവനക്കാട് സമരം ശക്തമാക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കടൽ ഭിത്തി നിർമ്മാണം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെയും ഉറപ്പൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണിത്. എടവനക്കാട് നാളെ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്തുന്നുണ്ട്. മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് അറിയിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരം മുതലപ്പുഴയിലെ അപകട പരമ്പരയ്ക്ക് അറുതി വരുത്താനായി ഇന്ന് നിർണായകമായ യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ആണ് ഈ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. കാലങ്ങളായി ഈ വാർത്ത നിരന്തരമായി ഇടം പിടിക്കുന്ന ഒന്നാണ്. VV വിനോദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി കൂടിയാണല്ലോ ജോർജ് കുര്യൻ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഇന്നത്തെ മുതലപ്പുഴ സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. തുടർച്ചയായി മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം. 10 വർഷത്തിനിടെ 76 മരണങ്ങളാണ് മുതലപ്പുഴയിൽ സംഭവിച്ചത്. അവിടെ പുലിമുട്ട് നിർമ്മാണം, അതിലെ അശാസ്ത്രീയത ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംഘങ്ങൾ നേരത്തെ നിരവധി പഠനങ്ങൾ നടത്തിയിരുന്നു. അതിൽ പൂനെയിലെ വാട്ടർ പവർ റിസർച്ച് സെന്റർ നടത്തിയ പഠന റിപ്പോർട്ട്, ഏറ്റവും ഒടുവിലത്തെ പഠന റിപ്പോർട്ട് അനുസരിച്ച് പുലിമുട്ടിന്റെ രൂപാകൃതിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുറന്നു നിൽക്കുന്ന കവാടമാണ് ഇത്. പുലിമുട്ടിന്റെ ഇടതുവശത്തെ പുലിമുട്ടിന്റെ നീളം കൂടുതൽ കടലിലേക്ക് ഇറക്കി അത് ഒരു വളവാക്കി മാറ്റിക്കൊണ്ട് വടക്ക് ഭാഗത്തേക്ക് കവാടം രൂപീകരിക്കുക. ആ തരത്തിൽ മത്സ്യബന്ധനയാനങ്ങൾ കടലിലേക്ക് പ്രവേശിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് നടപ്പാക്കുന്നതിന് വേണ്ടി 160 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കേണ്ടതുണ്ട്. ഇത് തിരയടി ഒഴിവാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ശക്തമായ തിരയ്ക്ക് അഭിമുഖമായി വള്ളങ്ങൾ ഇറങ്ങേണ്ടി വരില്ല. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള തിരകളിലൂടെ തിരികെ കായലിലേക്ക് കയറേണ്ടിയും വരില്ല. ആ ഒരു കവാടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള രൂപമാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന് കേന്ദ്രത്തിന്റെ ആദ്യത്തെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇന്ന് ജോർജ് കുര്യൻ മുതലപ്പുഴയിൽ 11 മണിയോടുകൂടി എത്തും. അദ്ദേഹം ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണുള്ളത്. അതിനുശേഷം അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുമായുള്ള യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രി സജി ചെറിയാനും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത്. ശാശ്വതമായ പരിഹാരമുണ്ടായാൽ അത് വലിയ മാറ്റമായി മാറുകയും ചെയ്യും. എന്തായാലും VV വിനോദ് നിയമസഭാ മന്ദിരത്തിലാണുള്ളത്. അവിടെ നിന്നുള്ളൊരു വാർത്ത കൂടി വിനോദിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് മറ്റൊരു മന്ത്രി കൂടിയുണ്ട്. അത് സുരേഷ് ഗോപിയാണ്. ഇതേ സുരേഷ് ഗോപി നേരത്തെ മുതലപ്പുഴയിൽ ഉൾപ്പെടെ എത്തുകയും ചെയ്തതാണ്. ശാശ്വതമായ പരിഹാരം കണ്ടെത്തും എന്ന അത് അടക്കം അദ്ദേഹം പറഞ്ഞതുമാണ്. പക്ഷേ ഇന്നിപ്പോൾ സുരേഷ് ഗോപി ഉള്ളത് തൻ്റെ മണ്ഡലമായ തൃശ്ശൂരിൽ ആണ്. അവിടെയും നിരവധി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ മണ്ഡല പര്യടനത്തിൻ്റെ ഭാഗമാവുകയാണ് സുരേഷ് ഗോപി. രാവിലെ 11:30 ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ആണ് ആദ്യ സന്ദർശനം. സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴടക്കം കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചത് ആത്മകഥം നടത്തിയത് നമ്മൾ കേട്ടതാണ്. മണലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഈ സന്ദർശന പരിപാടിയുടെ സമയക്രമം? അഭിലാഷ്, 11:30 ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എങ്ങണ്ടിയൂരിലാണ് സുരേഷ് ഗോപിയുടെ ആദ്യ പരിപാടി. അതിനുശേഷം 12:30 മണലൂർ മണ്ഡലത്തിലുള്ള കാഞ്ഞാണിയിൽ, അതിനുശേഷം പിന്നെ 3:30 പരിപാടിയുള്ളത്. 3:30 നാട്ടിക മണ്ഡലത്തിലുള്ള തൃപ്രയാറിലാണ്. 5 മണിയോടുകൂടി ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പരിപാടി. ഇവിടെ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ സന്ദർശനം, തൃശ്ശൂരിലെ സന്ദർശനം സമാപിക്കും. അതിനുശേഷം നാളെ പാലക്കാടുണ്ട്. നാളെ പാലക്കാട് മന്ത്രി കുര്യനും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്കുള്ള സ്വീകരണം നൽകുന്നുണ്ട്. പ്രധാനമായും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് BJP എന്തായാലും പാലക്കാട് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. സുരേഷ് ഗോപിയെ പോലെ ജനസമ്മതിയുള്ള നേതാക്കളെ പരമാവധി ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളൊരു
തീരുമാനത്തിലേക്ക് BJP എന്തായാലും എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായി എന്തായാലും സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തൃശ്ശൂരിൽ നടക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ് ഇന്ന്. നാളെയാണ് പാലക്കാട് പരിപാടിയുള്ളത്. എന്തായാലും അതിൽ പ്രധാനമായും സുരേഷ് ഗോപിയെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെ പാലക്കാടും ചേലക്കരയിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് BJP നോക്കുന്നത്. അതായത് BJPയിൽ നിലവിൽ ജനസമ്മതിയുള്ള നേതാക്കളെ ഇറക്കിക്കൊണ്ട് കൂടുതൽ, അതായത് ഇപ്പൊ പാലക്കാടൊക്കെ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്, ചേലക്കര ഇല്ലെങ്കിൽ പോലും. എന്നാൽ ഈ രണ്ട് മണ്ഡലത്തിലും അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഒപ്പം തന്നെ സുരേഷ് ഗോപിയെ പോലെ ജനസമ്മതിയുള്ള ആളുകളെ ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ പരിപാടി അതിന്റെ ഒരു ആദ്യഘട്ടമായിട്ട് തന്നെ, ഇന്നും നാളെയും ഒക്കെ നടക്കുന്ന പരിപാടി അതിന്റെ ഒരു ആദ്യഘട്ടമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയൊക്കെ പൂർത്തിയായ പശ്ചാത്തലത്തിൽ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. ആ 2 കേന്ദ്രമന്ത്രിമാരുടെ പ്രധാനപ്പെട്ട കാര്യപരിപാടികൾ ഇന്ന് എന്ത് എന്നതിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എങ്കിൽ കേരളത്തിലെ മന്ത്രിമാർ തമ്മിൽ ഇപ്പോൾ ചെറിയ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ട്. അതിന് കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഒരു പ്രതികരണമായിരുന്നു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല എന്നുള്ളതായിരുന്നു. അതെന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയെ അല്പം ചൊടിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ മന്ത്രി സജി ചെറിയാനെ തിരുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, അതും നിയമസഭയിൽ. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നയം സർക്കാരിനില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിന് വേണ്ടി പറഞ്ഞതാണ് എന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം ലഭിക്കുമെന്നും ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെന്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാധിക്കും. അതേസമയം 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് സഭയിൽ സജി ചെറിയാൻ വിശദീകരിച്ചു. വീടിനടുത്തുള്ള ഒരു കുട്ടി എഴുതിയ അപേക്ഷയിൽ അക്ഷരത്തെറ്റ് കണ്ടതാണ് അങ്ങനെ പറയാൻ കാരണം. ഞാനൊരു വിഷയം പറഞ്ഞു, ജനാധിപത്യ രാജ്യമല്ലേ, ചർച്ച നടക്കട്ടെ എന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല. അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു. വിഷ്ണുരാജ് എന്ന് പറഞ്ഞൊരു കുട്ടി, ആളുടെ പേര് ഞാൻ പറയുകയാണ്. ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെറ്റ് വ്യാപകമായി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്തായിരുന്നു പറഞ്ഞു. അപ്പോൾ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട്. ഈ പരാമർശമാണ് നടത്തിയത്. അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ വകുപ്പിനെ പറ്റിയല്ല പറഞ്ഞു. UDF-ന്റെ കാലത്ത് ഇവിടെ ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്, LDF-ന്റെ കാലത്ത് ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഓൾ പാസ് 99% 1% അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ, ചർച്ച നടക്കട്ടെ. അത് വി വിനോദ് തന്നെയാണ് ചേരുന്നത്. വിനോദ്, ഈ വിജയശതമാനം ഉയരുന്നു എന്നതൊക്കെ സർക്കാരിന്റെ മികവായി മേനി നടിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണിത്. അവിടെ ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത് 10ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന്. പല കോണുകളിൽ നിന്നും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. എന്തായാലും ഈ ഒരു അസ്വാരസ്യമൊക്കെ ഈ പ്രതികരണത്തിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് വേണമല്ലോ കരുതാൻ. എന്തായിരുന്നു ഈ സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്? അഭിലാഷ്, നിയമസഭയിലാണ് സജി ചെറിയാൻ തന്റെ വിശദീകരണം നൽകിയത്. അദ്ദേഹം പറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായ ചില വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും അറിയില്ല. ഒരു വിദ്യാർത്ഥി തന്റെ വീട്ടിലേക്ക് വന്നു, അവിടെ അപേക്ഷ എഴുതി തന്നപ്പോൾ അതിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. പക്ഷേ നേരത്തെ സജി ചെറിയാൻ ഈ പരാമർശം നടത്തിയപ്പോൾ സർക്കാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തലവേദനയായിരുന്നു. ഈ ഓൾ പാസ് നൽകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന ഒരു പരാമർശമുണ്ടായത്. പിന്നീട് മന്ത്രി വി ശിവൻകുട്ടി പല ഘട്ടങ്ങളിലായി അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി. ഇന്നിപ്പോൾ അദ്ദേഹം സഭയിൽ പറഞ്ഞത്, മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്, സർക്കാരിന് അങ്ങനെ ഒരു നയമില്ല, എഴുത്തും വായനയും അറിയാത്ത കുട്ടികളാണ് 10ാം ക്ലാസ് പാസ്സാകുന്നതെന്ന ഒരു നയം സർക്കാരിനില്ല. പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിന്
സജി ചെറിയാൻ പറഞ്ഞതാണ് എന്ന തരത്തിലാണ് ശിവൻകുട്ടിയുടെ പരാമർശം ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ ശിവൻകുട്ടി ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു ആവേശമുണ്ട്, ആവേശത്തിൽ പറഞ്ഞതാണ് എന്ന കാര്യമാണ്. ചിലപ്പോൾ അത് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തിരുത്തിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെ സജി ചെറിയാൻ പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് തിരുത്തുകയും ചെയ്ത കാര്യം അതൊക്കെയും തന്നെയാണ് ഈ വരികൾക്കിടയിലൂടെ ശിവൻകുട്ടി പറഞ്ഞു വെച്ചതും. ഏതായിരുന്നാലും അത് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തലവേദന ഉണ്ടാക്കി. പക്ഷേ ഇന്നത്തെ സജി ചെറിയാന്റെ സഭയിലെ വിശദീകരണത്തോടുകൂടി ആ പ്രശ്നം ഒഴിവായിരിക്കുന്നു. പ്രതിപക്ഷം അതിന്മേൽ പിന്നീട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല. നിയമസഭയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് വി വിനോദ് പങ്കുവച്ചത്. എറണാകുളം മുളന്തുരുത്തിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആളുടെ കാർ അപകടത്തിൽപ്പെട്ടു. മുളന്തുരുത്തി സ്വദേശി തമ്പി ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നവമിയാണ് ചേരുന്നത്. നവമി, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇന്നലെ രാത്രി മുളന്തുരുത്തിയിലായിരുന്നു സംഭവം. മദ്യപിച്ച് വാഹനമോടിച്ച തമ്പി എന്ന വ്യക്തി, അയാൾ നിയന്ത്രണം വിട്ട് അമിത വേഗതയിൽ പോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന പുറകിൽ കാറിൽ വരുന്ന യുവാക്കൾ ഈ വീഡിയോ ചിത്രീകരിക്കുകയും അതോടൊപ്പം ഈ സമീപ പ്രദേശത്തൂടി പോകുന്ന കാൽനട യാത്രക്കാരായിക്കോട്ടെ മറ്റ് വാഹനങ്ങളിൽ പോകുന്നവരോട് കൃത്യമായി നിർദ്ദേശം നൽകുന്നുണ്ട്, വഴി മാറിക്കോ എന്നും. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഈ മതിലിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുകയും ഈ തമ്പി ഓടിച്ച വാഹനം ഇടിച്ചു കയറുകയും ആ വാഹനം കറങ്ങി വന്ന് തൊട്ടു പുറകിലായി വരുന്ന ബൈക്ക് യാത്രികനെയും അതിന്റെ പുറകിലെ വീഡിയോ ചിത്രീകരിച്ച ഈ കാർ യാത്രക്കാരിലേക്കും ഇടിച്ചു കയറുന്നത്. എന്തായാലും തമ്പിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിലാണ്. 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്, തമ്പിക്കും അതോടൊപ്പം ഈ ബൈക്കിൽ വന്ന യാത്രക്കാരനും ഈ കാറിലുണ്ടായിരുന്നവർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. തമ്പിയുടെ നില അല്പം ഗുരുതരമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് ബോധമില്ലാതെയാണ് തമ്പി ഈ വാഹനം ഓടിച്ചതെന്നാണ് നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകും. അങ്ങനെ തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ്. പുറകിൽ വന്ന ആ യുവാക്കൾ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഓപ്പോസിറ്റ് വരുന്നവരോടും ഈ നടന്നു പോകുന്നവരോടൊക്കെ കൃത്യമായി പറയുന്നുണ്ട് വഴി മാറിക്കോ എന്ന്. അങ്ങനെ ഇവർ കാണുന്നുണ്ട് കുറച്ചധികം നേരമായി ഈ കാറിൽ വന്ന യുവാക്കൾ ഈ ഫ്രണ്ടിൽ പോകുന്ന തമ്പിയുടെ ഈ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിയന്ത്രണം വിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു വശപ്പുശകുണ്ടെന്ന് ഈ യുവാക്കൾക്ക് തോന്നിയിരുന്നു. എന്തായാലും വലിയ അപകടമാണ് ഈ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചത് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. തമ്പി ആശുപത്രിയിലാണ്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കേണ്ടതും അവർക്ക് കൂടുതൽ ശിക്ഷ നൽകേണ്ടതും ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് നവമി റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് 2 പേർക്ക് വെട്ടേറ്റു. പാലക്കാട് കടമ്പഴിപ്പുറത്താണ് കാറിലെത്തിയ സംഘം സുഹൃത്തുക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കടമ്പഴിപ്പുഴം സ്വദേശികളായ ടോണി പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മൊഴി. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനേഷാണ് ചേരുന്നത്. വിനേഷ്, എന്തിനാണ് ഇവർ ആക്രമിക്കപ്പെട്ടത് എന്നതിൽ വ്യക്തതയുണ്ട്? അഭിലാഷ്, എന്താണ് ഈ ആക്രമണത്തിന്റെ കാരണം എന്ന് വ്യക്തമല്ല എന്നാണ് ശ്രീകൃഷ്ണപുരം പോലീസ് പറയുന്നത്. കാരണം ഇവരേതെങ്കിലും രീതിയിലുള്ള വ്യക്തിവൈരാഗ്യമോ മറ്റോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ പോലീസ്. കടമ്പഴിപ്പുറത്ത് കാറിലെത്തിയ സംഘമാണ് ഈ കടമ്പഴിപ്പുറം സ്വദേശികളായ ടോണിയെയും പ്രസാദിനെയും വെട്ടിയത്. ഇരുവരും ബൈക്കിൽ പോകുന്നതിനിടയിൽ തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമിച്ചത്. ഇതിൽ ഗുരുതരമായ പരിക്കേറ്റ ടോണിയെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. പ്രസാദിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിച്ചിട്ടുള്ളത്. എന്നാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അക്രമികളെ കുറിച്ച് സൂചനയൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി എന്തായാലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം, പ്രസാദിന്റെയും ടോണിയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ CC ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കാൻ
ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ കുറിച്ചുള്ള അതിൽ നിന്ന് ഏതെങ്കിലും സൂചന ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ്. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നതിൽ വ്യക്തതയില്ല. പോലീസ് കൂടുതൽ വ്യക്തത വരുത്തും. മെത്ത വ്യവസായത്തിൽ 25 വർഷം പൂർത്തിയാക്കി സുനിദ്ര മാട്രസ്. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ലക്ഷറി ഓർത്തോപീഡിക് മാട്രസ് ആയ സിൽക്കി പുറത്തിറക്കി. ഓണത്തിന് ഉപഭോക്താക്കൾക്കായി നാടെങ്ങും നിദ്രാഘോഷം എന്ന കൺസ്യൂമർ ഓഫറും അവതരിപ്പിച്ചു. തീയിൽ നിന്ന് പോലും സുരക്ഷ ഉറപ്പുവരുത്തുന്ന നിലയിൽ തയ്യാറാക്കിയ സിൽക്കിയുടെ പ്രത്യേകത 7 സോണുകളായുള്ള തിരിവാണ്. 8000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് സുനിദ്രയിൽ ഉള്ളത്. ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ ഇനിയും യാഥാർത്ഥ്യമാക്കുമെന്ന് ഗ്രൂപ്പ് മീരാൻ ചെയർമാൻ നവാസ് മീരാൻ പറഞ്ഞു. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രവേശനം അത് ഏറെക്കുറെ അസാധ്യമാണ്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന വളരെ VIP കളായിട്ടുള്ള ആളുകൾ കൂടി താമസിക്കുന്ന ഒരു ഹോട്ടലായി